الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നഅത്ത് മൻഊത്ത് ഇവയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ചെയ്തത്. അവസാനം നമ്മൾ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെടാത്തതായിരുന്നു. ആ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത്ഫിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള താബികളെ കുറിച്ച് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. താബികൾ 5 എണ്ണമായിരുന്നു. അതിലൊന്നാമത്തെ എണ്ണിയതാണ് നഅത്ത് മൻഊത്ത്. ഈ നഅത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ധാരാളമായി തവാബികളുടെ കൂട്ടത്തിൽ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നഅത്തുമായി ബന്ധപ്പെട്ടാണ്. മറ്റുള്ള തൗക്കീദുകളെ കുറിച്ചോ അല്ലെങ്കിൽ അത്ഫ് ബയാൻ, ബദൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വിരളമായിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്നഅത്തു യത്ബഉൽ മൻഊത്ത ഫി റഫ്ഇഹി വ ജസ്മിഹി വ നസ്ബിഹി വ ജർരിഹി. ഇവിടെ ഇഖ്തരി ലഫ്ള സായിദ ഫി ഹാദിഹിൽ ഖാഇദത്തി നഹ്വിയ. ഇതൊരു നഹ്വി നിയമമാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഈ കൊടുത്തിട്ടുള്ള നിയമത്തിൽ ഒരു പദം ഏറെയുണ്ട്, അതേതാണെന്ന് കണ്ടെത്താൻ. അന്നഅത്തു യത്ബഉൽ മൻഊത്ത ഫി റഫ്ഇഹി വ ജസ്മിഹി വ നസ്ബിഹി വ ജർരിഹി. ഓക്കെ, ബി ആണ് ഇവിടെ സെലക്ട് ചെയ്ത ഒരു ഓപ്ഷന്. എന്തായിരിക്കും ബി സെലക്ട് ചെയ്ത ആൾ, അതിൻ്റെ കാരണം എന്തായിരിക്കും? ജസ്മിഹി എന്നുള്ളത് ഏറാനുള്ള കാരണം ഓക്കെ, നഅത്തുകളൊക്കെ ഇസ്മിലുണ്ടാവുന്ന താബികളാണ്. ഇസ്മിലുണ്ടാവുന്ന ഇറാബുകൾ റഫ്, നസ്ബ്, ജറ് മാത്രമേ ഉണ്ടാവുള്ളൂ, ജസ്മ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ കായിദയിൽ ജസ്മിഹി എന്നുള്ളത് ഏറെയുള്ള ഒരു പദമാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, കാനിൽ മുഹാസിബാനി ഡാഷ് ത്വാലിബൈനി ഫി ഹാദിഹിൽ കുല്ലിയ. കാനിൽ മുഹാസിബാനി ഡാഷ് ത്വാലിബൈനി ഫി ഹാദിഹിൽ കുല്ലിയ. അക്കൗണ്ടന്റുമാരാണ് മുഹാസിബ്. ഈ 2 മുഹാസിബുമാരും ഈ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ യോജിച്ച ഒരു പദം തിരഞ്ഞെടുക്കാൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. എന്താണ് കാരണം? ഒന്നാമത്തെ ഓപ്ഷൻ ജദീദീന അല്ലെങ്കിൽ ജദീദൈനി, ഇത് ഓപ്ഷനായിട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താ? ജദീദൈനി മുഹാസിബാനി എന്നതിൻ്റെ സിഫത്താണ്. മുഹാസിബാനിക്ക് റഫ് ആണുള്ളത് അല്ലേ? അപ്പോൾ ജദീദാനി എന്ന റഫ് ചെയ്ത സിഫത്താണ് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ എന്താ വായിക്കേണ്ടത്? മൂന്നാമത്തെ ഓപ്ഷൻ എന്താ വായിക്കുക? ജദീദിന് ജമാണ് ജുദദ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ത്വാലിബൈനി എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണ് അറിയാം? ത്വാലിബൈനി ഖാനയുടെ ഖബറാണ്, അപ്പോൾ അതിന് നസ്ബായിരിക്കും വേണ്ടല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മയ്യിസിൽ ജുംലത്ത സ്വഹീഹത്ത മിനൽ ആത്തിയ. താഴെ തന്നിട്ടുള്ളതിൽ സ്വഹീഹായ ജുംല തിരഞ്ഞെടുക്കാൻ. നാബാനിൽ ഫീല് തൊവീലത്താനി. നാബ് എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ല്, ഇപ്പോൾ ആനയുടെ ഒക്കെ കൊമ്പുണ്ടല്ലോ, അതാണ് നാബ്. ഇപ്പോൾ ആനയുടെ 2 കൊമ്പും നീളമുള്ളതാണ്. അസൈദാത്തു തൽബസ്ന തിയാബുഹന്ന. ഈ വനിതകൾ അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇന്ദി സലാസത്തു സാഅത്തിൻ
ഇവിടെ മയ്യിസുൽ ജുംലത്തുൽ ഖാത്തി അത്താന്ന് വേണ്ടി വരും അല്ലേ? വേണ്ട. മയ്യിസുൽ ജുംലത്തുൽ സ്വഹീഹത്ത മിന്നാത്തിയ. ഇവിടെ 2 എണ്ണം ശരിയുണ്ട് അല്ലേ? ഏതൊക്കെ ശരിയുള്ളത്? ശരിയുള്ളത് ഏതൊക്കെ? ബിയും ഡിയും എന്നാണ് ഒരാൾ പറഞ്ഞത്. ബിയിൽ വേറെ ബിയും ഡിയും അപ്പം ശരിയുള്ളത്. അപ്പോൾ മൂന്നാമത്തെ എന്താ പ്രശ്നമുള്ളത്? വരാൻ പാടില്ലല്ലോ. എന്നാലും 4ാമത്തെ ഓപ്ഷൻ മാത്രമേ ശരിയുള്ള ഓപ്ഷൻ ഉള്ളൂ. 2ാമത്തെ ഓപ്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ആരും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? അസ്സൈദാത്തു തൽബസ്ന ഫിയാബുഹുന്ന. അതെ, എൽബസ്ന വേണ്ടേ? ലായിറ ലമീർ മടങ്ങുമ്പോൾ വൈബത്തിൻ്റെ ലമീറാണല്ലോ മടങ്ങുക. അപ്പോൾ ഇവിടെ എൽബസ്ന എന്ന് വേണം. അതേപോലെ നാബാനിൽ ഫീല് തവീലത്താൻ അവിടെ എന്താ പ്രശ്നമുള്ളത്? അതെ, ഇലാഫത്ത് ചെയ്യുമ്പോൾ നൂന് പോകണം. അപ്പം നാബാൽ ഫീല് തവീലത്താനി എന്ന് പറയണം. അസൈദാത്തു എൽബസ്ന ഫിയാബുഹുന്ന എന്ന് പറയണം. പിന്നെ ഇന്ദി സലാസു സാഅത്തിൻ. ഓക്കെ, അപ്പോൾ വജത്തു റിജാലൽ മുസാഫിരീന എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ അല്ലേ? ഇതിൻ്റെ തർക്കീബ് എന്തായിരിക്കും? വജത്തു റിജാലൻ മുസാഫിരീന എന്ന് പറയുമ്പോൾ തർക്കീബ് റിജാലൻ മുസാഫിരീന തർക്കീബ് എന്താ? വജത്തു എന്നുള്ളത് ഫീലും ഫായിലും ആണല്ലോ അല്ലേ? ഞാൻ എത്തിച്ചു. റിജാലൻ പുരുഷന്മാരെ മഫ്ഊലാണ്. വജത്തിൻ്റെ മഫ്ഊല് എങ്ങനെയുള്ള പുരുഷന്മാരാണ്? മുസാഫിരീന, യാത്രക്കാരായ പുരുഷന്മാർ. അപ്പോൾ സിഫത്തായിട്ട് വരണം കേട്ടോ, റിജാലൻ എന്നതിൻ്റെ സിഫത്തായിട്ട്. ഹാല് ആവില്ല. എന്തായിരിക്കും കാരണം? ഹാലാവാൻ പറ്റില്ല. എന്താ കാരണം? ഹാലാവുമ്പോൾ സ്വാഹിബ് ഹാല് സ്വാഹിബ് ഹാല് മാരിഫി ആവണം, അപ്പോഴേ ഹാലാവുള്ളൂ. ഇവിടെ റിജാൽ എന്നുള്ളത് മുസാഫിരിനെ ഹാലാക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വാഹിബ് ഹാലായിട്ട് വരേണ്ടത് റിജാലാണ്. അവിടെ നക്കിറ ഇസ്മാണല്ലോ, നക്കിറയിൽ നിന്ന് ഹാല് വരില്ല, മാരിഫിന്ന് വരുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം UPSC എക്സാം ചോദിച്ച ചോദ്യമാണ്. വഖഫൽ ഖായിദുൽ അമീനു അമാമ ജുനൂദിഹി. വഖഫൽ ഖായിദുൽ അമീനു, നല്ല വിശ്വസ്തനായ സൈനിക ക്യാപ്റ്റൻ ഖായിദ്, അയാൾ നിന്നു. അമാമ ജുനൂദി, തൻ്റെ സൈന്യങ്ങളുടെ മുന്നിൽ നിന്നു. ഇവിടെ ഇജ്മഅൽ മൻഊത്തല്ലദി തഹ്തഹു ഖത്തുൻ, അടിവരയിട്ട മൻഊത്ത് ഉണ്ടല്ലോ, ഇതാണ് അടിവരയിട്ട മൻഊത്ത്. ഈ മൻഊത്തിന് എന്ത് ചെയ്യണം? ജം ആക്കണം. രണ്ട് ഗയ്യിർ മാ യഹ്താജു, ഗയ്യിർ എന്നിട്ടോ ഗയ്യിർ, എന്നിട്ട് ഇനി മാറ്റം വരുത്തണം. മാ യുഹ്താജു, ആവശ്യമായ മാറ്റങ്ങൾ. വഖഫൽ ഖായിദൂനൽ ഉമനാഉ അമാമ ജുനൂദിഹിം. വഖഫത്തിൽ ഖായിദൂനൽ ഉമനാഉ അമാമ ജുനൂദിഹിന്ന. വഖഫു അൽ ഖായിദൂനൽ ഉമനാഉ അമാമ ജുനൂദിഹിം. അവിടെ എല്ലാവരും ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണം അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ പ്രശ്നം? വഖഫത്തിൽ ഖായിദൂനൽ ഉമനാഉ അമാമ ജുനൂദിഹിന്ന. വേണ്ടല്ലോ. അപ്പോൾ ജം ആകുമ്പോൾ മനസ്സാക്കാൻ പറ്റുമോ? അല്ല, ജമ്മാക്കുമ്പോൾ പറ്റുമോ? ഇവിടെ പറ്റൂല. ഇവിടെ ജമ്മു മുദക്കർ സാലിമാണ്, അവിടെ പറ്റൂല. ജമ്മു മുദക്കർ സാലിം അല്ലാത്ത മറ്റ് ജമ്മുകളിലൊക്കെയാണ് ജമ്മാക്കുമ്പോൾ ജമ്മു തക്സീറൊക്കെ പറ്റും.
അപ്പോൾ ജമ്മാക്കുമ്പോഴും ഇവിടെ മുനസാക്കാൻ പറ്റില്ല. പിന്നെ വഖഫു അൽ ഖായിദൂൻ അൽ ഉമനാഉ, അവിടെ എന്താ പ്രശ്നം? വഖഫൂന്ന് ഫേല് മാറത്തില്ലല്ലോ സ്ഥിരമായിട്ട്. അതെ, ഫായില് ശേഷം വരുമ്പോൾ പിന്നെ ഫീലിലെ ഫായിനനുസരിച്ച് ജമ്മാക്കാൻ പറ്റില്ല, ജമ്മാക്കാറില്ല. ജമ്മാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ ലോകത്തിന് ഫസിഹായ ലോകത്തല്ല, ഫസിഹായ ലോകത്ത് പ്രകാരം ഫായില് ശേഷമുള്ള ലാഹിറ ഇസ്മായിട്ട് വരുമ്പോൾ ഫായിനനുസരിച്ച് ഫീൽ ജമ്മാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ യഖിഫുൽ ഖായിദൂനൽ ഉമനാഉ അമാമ ജുനൂദിഹിമ, അവിടെ മുതാരി ആക്കിയിട്ടുണ്ടല്ലേ, വഖഫല്ലേ ഉള്ളൂ ഓപ്ഷനിലുള്ള. വഖഫന് മാറ്റം വരുത്തി ഇത്തിഫാക്കിയിട്ടുണ്ട്. പിന്നെ ജുനൂദിഹിമ എന്നുള്ളിടത്ത് മുഹന്നസ് ആക്കിയിട്ടുണ്ട്, അല്ല തസ്നി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി അല്ലേ. ഇനി അടുത്ത ചോദ്യം, അൽ ജുമലു ബഅദൻ നക്കിറത്തി സിഫത്തുൻ വ ബഅദൽ മഅരിഫത്തി ഡാഷ്. അൽ ജുമലു ബഅദൻ നക്കിറത്തി സിഫത്തുൻ വ ബഅദൽ മഅരിഫത്തി ഡാഷ്. ജുമൽ എന്ന് പറഞ്ഞാൽ ജുംലയുടെ ജമാണ് ജുമൽ. നക്കിറയുടെ ശേഷം ജുംലകൾ സിഫത്തായിരിക്കും, മഅരിഫയുടെ ശേഷം ഹാലായിരിക്കും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അടുത്ത ചോദ്യം, അഅരിബിൽ കലിമത്തല്ലത്തി തഹ്തഹൽ ഖത്തു. ഇറാബുൽ കലിമത്തല്ലത്തി തഹ്തഹൽ ഖത്തു, ശേഷം അടിവരയിട്ട കലിമത്തിൻ്റെ ഇറാബ് എന്താണ്? അല്ല ആമിരിൻ്റെ ഇറാബ് വേണം, നശീത്തിൻ്റെ ഇറാബ് വേണം. രണ്ടിനും നസ്ബാണോ, അല്ല ഒന്നാമത്തിന് റഫ് നശീത്തിന് നസ്ബ് അങ്ങനെയാണോ, രണ്ടിനും റഫ് ആണോ, ഒന്നാമത്തെ നസ്ബ് രണ്ടാമത്തെ റഫ് അങ്ങനെയാണോ? ഇതെങ്ങനെ വായിക്കാം? ഈ ജുംല എങ്ങനെ വായിക്കാം? അഹ്തരിമു അൽ ആമിലൻ നശീത. അഹ്തരിമു എന്നുള്ള മുദാരിയായ ഫീലാണ് അല്ലേ. ഇഹ്തറമ അതിന് മുദാരിയാണ് യഹ്തരിമു. യഹ്തരിമു സർഫാക്കിയാൽ യഹ്തരിമാന് സർഫാക്കിയാൽ ലാസ്റ്റ് അഹ്തരിമു എന്നിട്ട് ഞാൻ ആദരിക്കുന്നു. ആരെ? അൽ ആമില അന്നശീത്ത, നല്ല ഉന്മേഷവനായ നല്ല തൊഴിലാളിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ആദരിക്കുന്നു. അപ്പോൾ അഹ്തരിമിൻ്റെ മഫ്ഊലായിട്ടാണ് വരുന്നത്. അഹ്തരിമിൻ്റെ ഫാഇൽ ഏതാണ്? അവിടെ നിർബന്ധമായിട്ട് മുസ്തത്തിറ ലമീറാണ് അല്ലേ. അന എന്ന ഒരു മുസ്തത്തിറ ലമീർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, മിനത്ത് തവാബിഇ, താബിഇകളിൽ പെട്ടതാണ് ഡാഷ്. ഇതിലേത് ഓപ്ഷനാണ്? ചില ഓപ്ഷനിൽ താബിപ്പെടാത്തതൊക്കെ കൊടുത്തിട്ടുണ്ട്, പെട്ടത് മാത്രമുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ എ സെലക്ട് ചെയ്തവരുണ്ട്. എയില് തമ്മീസും ഹാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തമ്മീസും ഹാലൊന്നും താബിയിൽ പെട്ടതല്ല, അപ്പോൾ എ എന്ന ഓപ്ഷൻ ശരിയാവില്ല. അതുപോലെ തന്നെ മുസ്തസ്ന അതെന്തല്ല തവാബിയിൽ പെട്ടതല്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ശരി, നഅത്ത് തൗക്കീദ് ബദൽ അത്ഫ്. ഓക്കെ. 5 താബികളുള്ള ഒന്ന് നഅത്തുണ്ട്, തൗക്കീദുണ്ട്, ബദലുണ്ട്, അത്ഫ് ബയാനുണ്ട്, പിന്നെ അത്ഫ് നസഖ് ഉണ്ട്. ഇങ്ങനെ 2 എണ്ണം. അത്ഫ് നസഖ് എന്ന് പറഞ്ഞാൽ ഹർഫ് കൊണ്ടുള്ള അത്ഫിനാണ് അത്ഫ് നസഖ് എന്ന് പറയാം. അത്ഫും ബിൽ ഹർഫ് അല്ലെങ്കിൽ അത്ഫുൻ നസഖ് ഒക്കെ പറയും. അടുത്ത ചോദ്യം, അൽ വമുലാത്തു വൽ ഖവാത്തിറു ഫുനൂനുൻ ഡാഷ് ഫിൽ അദബിൽ അറബി. അവിടെ ഫുനൂനിൻ്റെ ഒരു സിഫത്ത്, വമുലാത്ത് ഖവാത്തിർ എല്ലാം ഈ രണ്ടും എന്താണ്? ചില കലകളാണ്,
അറബി സാഹിത്യത്തിലുള്ള പുതിയ കലകളാണ്, അല്ലെങ്കിൽ പഴയ കലകളാണ്, ഫന്നുകളാണ്. ഇതെങ്ങനെയാണ് അതിൻ്റെ യോജിച്ച സിഫത്തിൽ കൊടുക്കുക എങ്ങനെയാണ്? ഈ പുതിയ ഫന്നുകളാണത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കൊടുക്കേണ്ടത്? അവിടെ ഫുനൂനുൻ ജദീദ് എന്നാണോ? ഫന്നിൻ്റെ ജമ്മാണ് ഫുനൂന് കേട്ടോ. ഫന്ന് എന്നതിൻ്റെ ജമ്മാണ് ഫുനൂന്. അപ്പോൾ സിഫത്ത് പറയുമ്പോൾ ഫുനൂന് അവിടെ മുഅന്നസായിട്ട് കൊടുക്കുക കേട്ടോ. ജദീദത്തുൻ എന്ന് മുഅന്നസായിട്ടാണ് കൊടുക്കുക. ഇത് ജമുൽ മുദക്കർ സാലിമൊന്നല്ല. ഇത് ജമുൽ മുദക്കർ സാലിമൊന്നല്ലല്ലോ. ഇവിടെ വാവ് നൂന് കണ്ടപ്പോൾ ജമുൽ മുദക്കർ സാലിമ നേരത്തിണ്ടാവും അല്ലേ? ഇത് ജമ്മു തക്സീറാണ്. ഫന്നുൻ എന്നാണ് അതിൻ്റെ മുഫ്രദ് ഫന്നുൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ജമ്മു മുദക്കർ സാലിമാണെങ്കിൽ ഫന്നൂന എന്നൊക്കെ പറയേണ്ടി വരും. ഫന്ന് എന്നുള്ളത് ഒരു ഇത് വൈറാക്കിലായതുകൊണ്ടാണ്. ഇത് വൈറാഖിലിൻ്റെ ജമ്മു തക്സീറാണിത്. ജമ്മു മുദക്കർ സാലിമല്ല. ജമ്മു മുദക്കർ സാലിമാണെങ്കിൽ അവസാനം ഒരു വാവ് നൂന് ജാസ്തിയാക്കിയിട്ടാണ് ജമ്മു മുദക്കർ സാലിം ഉണ്ടാവുക. ഇവിടെ അവസാനം വാവ് നൂന് ജാഹിദായിട്ടൊന്നുമില്ല. മറിച്ച് ഫന്നുൻ എന്ന് പറയുമ്പോൾ ഫാ ഉണ്ട്, 2 നൂനും ഉണ്ട്. അതിലത്തെ 2 നൂനുകൾക്കിടയിൽ ഒരു വാവ് വന്നു. ആ വാവിൻ്റെ മുമ്പുള്ള നൂനും ശേഷമുള്ള നൂനൊക്കെ അസ്ലിയായ നൂനുകളാണ്, അല്ലാതെ സായിദ എന്നല്ല. അപ്പോൾ ഇത് ജമ്മു മുദക്കർ സാലിമല്ല, മറിച്ച് ജമ്മു തക്സീറാണ്. ഇനി ജമ്മു മുദക്കർ സാലിം ആക്കണമെങ്കിൽ തന്നെ 2 വിഭാഗം ഇസ്മുകളാണ് നമുക്ക് ജമ്മു മുദക്കർ സാലിം ആക്കാൻ പറ്റുക. ഒന്ന് ഏതെങ്കിലും ഒരു പുരുഷനായ ഒരു റജുലിൻ്റെ അലമാവണം, അല്ലെങ്കിൽ ആ റജുലിൻ്റെ സിഫത്താവണം. അതിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫന്നുൻ എന്നുള്ളത് ഒരു റജുലിൻ്റെ അലമല്ല, അല്ലെങ്കിൽ റജുലിനുള്ള സിഫത്തൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇസ്മിനെ ജമ്മു മുദക്കർ സാലിം ആക്കാൻ തന്നെ പറ്റൂല. ആക്കുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടത്? ജമ്മു മുദക്കർ സാലിം ആകുമ്പോൾ ഫന്നുൻ എന്നതിനെ ജമ്മു മുദക്കർ സാലിം ആക്കാൻ പറ്റൂല. എന്നാൽ ജമ്മു മുദക്കർ സാലിം അതിന് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? ഫന്നിനെതിൻ്റെ അവസാനം വാവ് നൂന് ജാസ്തിയാക്കണം. അപ്പോൾ എങ്ങനെ പറയേണ്ടി വരും? അല്ല, ഫന്ന് എന്നതിനെ ജമ്മു മുദക്കർ സാലിം ആക്കാൻ പറ്റിയ ഇസ്മൊന്നുമല്ല ഫന്ന് എന്നുള്ളത്. അതിന് ജമ്മു മുദക്കർ സാലിം ഉണ്ടാവില്ല. കാരണം ജമ്മു മുദക്കർ സാലിം ആവണമെങ്കിൽ സെയ്ദ് പോലെ ഒരു മുദക്കറിൻ്റെ അലമായിരിക്കണം. സെയ്ദ് ഒരു പുരുഷൻ്റെ അലമാണല്ലോ. അല്ലെങ്കിൽ ഒരു പുരുഷന് പറയുന്ന സിഫത്തായിരിക്കണം. ഇപ്പോൾ മുസ്ലിം എന്നുള്ളത് ഒരു പുരുഷനിക്കുള്ള സിഫത്താണ്. ഇങ്ങനത്തെ സിഫത്ത് ഇതൊക്കെ ആകുമ്പോഴേ ജമ്മു മുദക്കർ സാലിമാക്കാൻ പറ്റുള്ളൂ. ഫന്ന് എന്നുള്ളത് കല എന്നർത്ഥം വരുന്ന ഈ ഫന്ന് അതൊരാളെ പേരുമല്ല, ഒരു പുരുഷനിക്ക് സിഫത്തായി പറയാൻ പറ്റിയ സംഭവമല്ല. അതുകൊണ്ട് ഫന്നിൽ നിന്ന് ജമ്മു മുദക്കർ സാലിം ഒരിക്കലും ഉണ്ടാവില്ല. ഇനി സപ്പോസ് ഫന്ന് എന്നതിന് ജമ്മു മുദക്കർ സാലിമാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഫന്നിന്ന് ഒരു പുരുഷനിക്ക് പേരിട്ട് നോക്കാം, ഒരു റജുലിൻ്റെ പേരായിട്ട് ഫന്നെന്ന് വെച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫന്ന് ജമ്മു മുദക്കർ സാലിമാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുകയെന്ന് ചോദിച്ചത്. ഫന്ന് എന്നതിൽ നിന്ന് ജമ്മു മുദക്കർ സാലിം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ചോദ്യം മനസ്സിലായിട്ടില്ല അല്ലേ? അല്ല, അവിടെ അല്ല, ഞാൻ ഫന്നിനെ ജമ്മു ആക്കുമ്പോൾ എങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഫന്ന് ജമ്മു സാലിമാക്കുമ്പോൾ ഫന്നൂന എന്ന് പറയണം. ഞാൻ ഉദ്ദേശിച്ചത് ഫന്നിൽ നിന്ന് ജമ്മു മുദക്കർ സാലിം ഉണ്ടാവുകയാണെങ്കിൽ ഫന്നൂന എന്ന് പറയണം. അതായത് ഫുനൂന എന്നല്ലേ പറയാം. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ഇജ്തമഅ ശുബ്ബാനു ഫിൽ മൈദാനി ബി അൽവിയത്തിൻ ഡാഷ്. ഇജ്തമഅ ശുബ്ബാനു യുവാക്കൾ ഒരുമിച്ച് കൂടി
ഫിൽ മൈതാനിൽ ഒരുമിച്ച് കൂടി ബി അൽവിയത്തിൻ ഡേഷ്, അൽവിയത്ത് എന്നാൽ പതാകകൾ ലിവാ എന്ന് പറഞ്ഞാൽ പതാകക്ക് പറയും. 1ാം ക്ലാസ്സിലും പഠിച്ചാണല്ലോ ലിവാ ഉൻ, അതിൻ്റെ ജമ്മാണ് അൽവിയത്ത്, പതാകകൾ. അഫ്ഇലത്ത് വസനിലുള്ള ജമ്മാണ് ഈ അൽവിയത്ത്. ഇതിൻ്റെ സിഫത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അസ്റഖിൻ എന്നാണോ, അസ്റഖ എന്നാണോ, സർഖായിൻ, സർഖാ, എന്തൊക്കെ പറഞ്ഞു? ഇപ്പം ബി പറഞ്ഞു എ എന്ന ഓപ്ഷൻ ശരിയാവോ? എ എന്നുള്ള ഓപ്ഷന് അസ്റഖിൻ എ പറ്റുമോ? അൽവിയത്ത് മുഅന്നസ് ആണ്, അതുകൊണ്ട് അസ്റഖ് പറ്റൂല എന്നല്ലേ? അപ്പോൾ പിന്നെ ബിയും പറ്റുണ്ടാവില്ല അല്ലേ? അസ്റഖ അൽവിയത്ത് എന്നുള്ള മുഅന്നസ് ആയതുകൊണ്ട് അസ്റഖ രണ്ടും പറ്റൂല. പിന്നെ സർഖാ പറ്റും, 3ാമത്തെ ഓപ്ഷൻ സി എന്നുള്ള ഓപ്ഷൻ. ബി അൽവിയത്തിൻ സർഖായിൻ പറ്റുമോ? പറ്റൂല. എന്തായിരിക്കും കാരണം? അലിഫ് കൊണ്ട് മുഅന്നസാവുമ്പോൾ അത് ഗൈറു മുൻസരിഫാണ്. അപ്പോൾ ബി അൽവിയത്തിൻ സർഖാ എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം. സർഖാ ഓപ്ഷൻ ഡി ആണ്. ഡി ആരും സെലക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ആരും സെലക്ട് ചെയ്തിരുന്നോ? ബിയും സി ഒക്കെ കണ്ടിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇഖ്തരി സ്വഹീഹ് തിരഞ്ഞെടുക്കുക. അജബൻ ലി അംരിൻ നാസി ഇന്നഹും യസ്നഊനൽ ഖംറൽ മുസ്കിറ മിനൽ ഫവാക്കിഹി. അജബൻ, ഞാൻ അത്ഭുതപ്പെടുന്നു. ലി അംരിൻ നാസി, ജനങ്ങളെ കാര്യം ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്താ ജനങ്ങളുടെ കാര്യം? ഇന്നഹും, അവർ യസ്നഊന, അവർ നിർമ്മിക്കുന്നു, ഈ മുസ്കിറായ ഖംർ, ഈ മസ്തുണ്ടാക്കുന്ന കള്ള് അവർ നിർമ്മിക്കുന്നു, മിനൽ ഫവാക്കിഹി, പഴങ്ങളിൽ നിന്ന്, നല്ല നല്ല ഫ്രൂട്ട്സുകളിൽ നിന്നാണ് മസ്തുണ്ടാക്കുന്ന ഖംർ, കള്ള് അവർ നിർമ്മിക്കുന്നത്. ഇവിടെ എങ്ങനെ വായിക്കേണ്ടത്? അൽ ഖംറുൽ മുസ്കിരി, അൽ ഖംറുൽ മുസ്കിറു, അൽ ഖംറുൽ മുസ്കിരി, അൽ ഖംറുൽ മുസ്കിരി. ചോദ്യം മനസ്സിലായില്ലേ? ഓക്കെ, ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം അല്ലേ? അതിൻ്റെ തർക്കീബ് എന്തായിരിക്കും? ഖംറ എന്ന് നസ്ബ് കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? പഠിച്ചോന്. അപ്പോൾ ഇന്നഹും എന്ന് പറയുമ്പോൾ ഹും എന്നുള്ളതോ? ഇന്നിൻ്റെ ശേഷം മഫ്ഊലാണ്, യസ്നഊനൻ്റെ മഫ്ഊലാണ്. ഇന്നൻ്റെ ഇസ്മ എന്നല്ല, ഇന്നൻ്റെ ഇസ്മ ഹും എന്നുള്ളതാണ്. ഇന്നൻ്റെ ഇസ്മ അതിൻ്റെ ഖബറാണ്. യസ്നഊന എന്നുള്ള ആ ജുംല ഖബറാണ് ഇന്നയുടെ. അവിടെ വന്ന യസ്നഊ എന്നുള്ള ഫേലിൻ്റെ മഫ്ഊലാണ് ഖംർ. അതിൻ്റെ ഫായില് വാവാണ്. ഫായില് യസ്നൂൻ്റെ ഫായില് വാവാണ്. അതിൻ്റെ മഫ്ഊലാണ് ഈ ഖംറ എന്നുള്ളത്. മുസ്കിറ എന്നുള്ള പിന്നെ അതിൻ്റെ സിഫത്താണ്. അപ്പോൾ ഖംറിന് മഫ്ഊലായതുകൊണ്ട് നസ്ബ് കിട്ടി, അതിൻ്റെ സിഫത്തായതുകൊണ്ട് മുസ്കിറിന് നസ്ബ് കിട്ടി. അങ്ങനെയാണ്. അടുത്ത ചോദ്യം. ഫിൽ ബുസ്താനി വർദത്തുൻ ഡേഷ്. തോട്ടത്തിൽ ഒരു റോസാപുഷ്പമുണ്ട്. ഇവിടെ എങ്ങനെ പറയേണ്ടത്? വർദത്തുൻ, വാഹിദുൻ, വാഹിദത്തുൻ, അഹദുൻ, കുല്ലുൻ സഹീഹ്. വാഹിദത്തുൻ എന്നുള്ളതാണ് ശരി അല്ലേ? ഓപ്ഷൻ ബി 1, 2 എന്ന അതിഥികളൊക്കെ യോജിച്ചവരെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഇവിടെ സിഫത്തായിട്ടാണ് 1, 2 അതിൻ്റെ. ഇത് വാഹിദത്തുള്ള തെർക്കീബുടെ സിഫത്താണ്. എന്താ? വർദത്തുൻ, വാഹിദത്തുൻ. അടുത്ത ചോദ്യം. ഹാദിഹി
മുദരിസത്തുൽ ലുഗത്തിൽ അറബിയ അൽ ജദീദ്. ഇവിടെ ഇത് അറബി ഭാഷ അധ്യാപകനാണ്. ഹാദി മുദരിസുൽ ലുഗത്തിൽ അറബിയ. ഇതിന് ശേഷം ഒരു കരിമത്തോടെ ഉണ്ട്. അതെങ്ങനെ വായിക്കേണ്ടത്? അൽ ജദീദി, ജദീദത്തി, ജദീദു, ജദീദത്തു. ഇതേതാ ശരി? ഹാദി മുദരിസുൽ ലുഗത്തിൽ അറബിയത്തിൽ ഡാഷ്. ഇനി ഇവിടെ പൂരിപ്പിക്കാൻ പോകുന്ന ആ ഒരു ഭാഗം, അതിൻ്റെ സിഫത്ത്, അതിൻ്റെ തർക്കീബ് എന്തായിരിക്കും വരാം? പൂരിപ്പിക്കാനുള്ളതിൻ്റെ തർക്കീബ് എന്തായിരിക്കും? എന്തിൻ്റെ സിഫത്താ? അറബിയത്തിൻ്റെ സിഫത്തോ? ഇവിടെ മുദരിസിൻ്റെ സിഫത്തായിരിക്കും അല്ലേ? അറബിൻ്റെ സിഫത്താകുമ്പോൾ ഇങ്ങനെ പുതിയ അറബി ഭാഷൻ്റെ മുദരിസാണെന്നോ അതോ അറബി ഭാഷയുടെ പുതിയ അധ്യാപകനാണെന്നോ എങ്ങനെ ഉദ്ദേശിച്ചോ? പുതിയ അറബി ഭാഷ അങ്ങനെ ഉണ്ടോ? പുതിയ അധ്യാപകനാണ് അറബി ഭാഷ. പുതിയ അധ്യാപകനാണെന്നുണ്ടോ? മുദരിസിൻ്റെ സിഫത്താണ് ഇനി വേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാ വരാ? ബി ഓപ്ഷൻ പറ്റുമോ? ജദീദത്തിന്ന് പറ്റുമോ? ഇല്ല. പിന്നെ ഏതായിരിക്കും വരാ? മുദരിസിൻ്റെ സിഫത്ത് വരുമ്പോൾ അൽ ജദീദു. അപ്പോൾ ഹാദി മുദരിസുൽ ലുഗത്തിൽ അറബിയത്തി അൽ ജദീദു എന്നാണ് മുദരിസിൻ്റെ സിഫത്തായിട്ട് വരാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. സിഫത്തുമായി ബന്ധപ്പെട്ട ചോദ്യം നേരത്തെ കളക്ട് ചെയ്തിരുന്നു, പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധപ്പെട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം. ഇത് പരീക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും വല്ലാതെ വന്നിട്ടൊന്നുമില്ല. എന്നാലും താബികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയണമെന്നേ ഉള്ളൂ. രണ്ടാമത്തെ താബിയാണ് അലാത്തുഫും ബിൽ ഹർഫ്. ഒന്നാമത്തെ താബിയാണ് നെഴത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് അത്തുഫും ബിൽ ഹർഫുണ്ട്. അത്തുഫും ബിൽ ഹർഫ് അസാനി മിൻ തവാബിൽ ഹംസ്, 5 താബികളിലെ രണ്ടാമത്തതാണ് അലാത്തുഫും ബിൽ ഹർഫ്. ഇതിന് അത്തുഫുൻ നസഖ് എന്നൊക്കെ പേരുണ്ട്. എന്താണിത്? അൽ അത്തുഫു എന്ന് പറഞ്ഞാൽ എന്താണ്? താബിഉൻ യുതവസ്സത്തു അല്ലെങ്കിൽ യതവസ്സത്തു ബൈനഹു വ ബൈന മത്ബൂഇഹി അഹദു ഹാദിഹിൽ ഹുറൂഫ്. താബിഉൻ, ഈ അത്തുഫ് എന്ന് പറഞ്ഞാൽ അതൊരു താബിയാണ്. യതവസ്സത്തു ബൈനഹു വ ബൈന മത്ബൂഇഹി, അതിൻ്റെയും അതിൻ്റെ മത്ബൂഇൻ്റെയും ഇടയിൽ മധ്യവർത്തിയായിട്ട് വരും. ആര് വരും? അഹദു ഹാദിഹിൽ ഹുറൂഫി, ഈ ഹർഫുകളിൽ ഒന്ന്. ഏത് ഹർഫുകളിൽ? വഹിയ, ആ ഹർഫുകളോട് ഉദ്ദേശിക്കുന്നത് അൽ വാവു വൽ ഫാഉ വ സുമ്മ വ ഔ വ അം വല വ ബൽ വലാക്കിൻ വ ഹത്ത. ഇങ്ങനെ 10 ഹർഫുകൾ അല്ലെങ്കിൽ 9 ഹർഫുകൾ. ഇതിലെ ഇമ്മ എന്നുള്ള ഹർഫുണ്ടല്ലോ, ഇത് അത്തഫിൻ്റെ അക്ഷരമാണോ അല്ലേ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാവട്ടെ, അതിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ 9, അതിനോട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ 10 അത്തഫിൻ്റെ അക്ഷരങ്ങളുണ്ട്. ഈ അത്തഫിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം താബീൻ്റെയും മത്ബൂഇൻ്റെയും ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം താബികൾക്കാണ് അത്തുഫു അല്ലെങ്കിൽ അത്തുഫും ബിൽ ഹർഫ് എന്നൊക്കെ പറയാം. ജാഅനി സൈദുൻ വ അമ്രുൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. വ അമ്രുൻ, അമ്രും വന്നു. ഇവിടെ സെയ്ദ് എന്നതിൻ്റെ മേൽ അത്തുഫാണ് അമ്രുൻ എന്നുള്ളത്. ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു വാവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അതിന് അത്തുഫും ബിൽ ഹർഫ് എന്നൊക്കെ പറയാം. ഈ ഓരോ അത്തുഫും ബിൽ ഹർഫിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഹുറൂഫുൽ അത്തുഫി തിസ്അത്തുൻ, അത്തുഫിൻ്റെ അക്ഷരങ്ങൾ 9 എണ്ണമുണ്ട്. വാവ്, ഫാ, സുമ്മ, ഔ, അം, ലാ, ബൽ, ലാക്കിൻ, ഹത്ത. ഇങ്ങനെ 9 എണ്ണം. ഓരോന്നിൻ്റെ ഉദാഹരണങ്ങൾ പറയാം. ഓരോന്നും ഏതെല്ലാം അർത്ഥങ്ങൾക്കാണത് വരിക ഒക്കെ നമുക്ക് പറയാം. ഒന്നാമത്തെ വാവാണ്.
വാവ് എന്തിനാണ് വരിക? വഹിയ ലി മുത്തലഖിൽ ജംഅ്, അത് ജംഇന് വേണ്ടിയിട്ടാണ് വാവ് വരിക. ജംഅ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുസന്ന ജംഅ് എന്ന അർത്ഥത്തിലുള്ള ജംഅല്ല, മറിച്ച് ഹുക്കുമിലേക്ക് ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാവ് വരിക. ഇപ്പോൾ ജാഅനി സെയ്ദുൻ വ അമ്രുൻ എന്ന് പറയുമ്പോൾ സെയ്ദ് വന്നു, ജാഅനി സെയ്ദുൻ. അപ്പോൾ സെയ്ദിനെ പറ്റി ഇവിടെ ജാ എന്ന് പറഞ്ഞു, വന്നു എന്ന് പറഞ്ഞു. ഈ വന്നു എന്ന ഹുക്കുമിലേക്ക് സെയ്ദിൻ്റെ കൂടെ അമ്രിനെയും കൂടി കൂട്ടാം. അമ്ര വന്നിട്ടുണ്ട്, ഇങ്ങനെ അമ്രിനെയും കൂടി കൂട്ടാനാണ് വാവുള്ളത്. അപ്പോൾ മുത്തലഖുൽ ജംഇനാണ്, വെറും ജംഇന് വേണ്ടിയിട്ടാണ് വരിക. അതായത് ചിലപ്പോൾ ആദ്യം വന്നത് ചിലപ്പോൾ അമ്രായിരിക്കും, എന്നാലും എന്ത് പറയാം? ജാഅനി സെയ്ദുൻ വ അമ്രു എന്ന് പറയാം. ചിലപ്പോൾ ആദ്യം വന്നത് സെയ്ദായിരിക്കും, അതായത് രണ്ടുപേരും ഒപ്പമായിരിക്കും വന്നിട്ടുണ്ടാവാം. എങ്ങനെ വന്നാലും ഇവിടെ വാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, കാരണം വെറും ജംഇന് വേണ്ടി മാത്രമാണ് വരുന്നത്. സ്വല്ലൽ ഇമാമു വൽ മഅ്മൂമു, ഇമാമും മഅ്മൂമും നിസ്കരിച്ചു. ഇവിടെയൊക്കെ വാവ് അത്ഫിൻ്റെ വാവാണ്. മഅ്മൂമ് എന്നതിനെ ഇമാമ് എന്നതിൻ്റെ മേൽക്ക് അത്ഫ് ചെയ്തു. സ്വല്ലയുടെ ഫായിലാണ് ഇമാമ്, ഫായിലായതുകൊണ്ട് ഇമാമു എന്നതിന് റഫ് ലഭിച്ചു. അതിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണ് മഅ്മൂം എന്നുള്ളത്, അതുകൊണ്ട് അതിനും റഫ് ആണ് ഇറാബ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ അക്ഷരമാണ് ഫാ. ഫാ വരുന്നത് തെർത്തീബിന് വേണ്ടിയിട്ടാണ്. അതിന് മഴ തെഴക്കീബ്, തെഴക്കീബോട് കൂടെ തെർത്തീബിന് വേണ്ടി. തെഴക്കീബ് എന്ന് പറഞ്ഞാൽ ഒരു ഉടനെ എന്നർത്ഥം കിട്ടും. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒരാൾ ആദ്യം വന്നു, പിന്നെ ഒരാൾ വന്നു, ഇങ്ങനെ ആകുമ്പോഴാണ് തെർത്തീബ്. ആ പിന്നെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണോ അല്ല തൊട്ടുടനെയാണോ? ആ തൊട്ടുടനെ എന്നാണ് തെഴക്കീബിൻ്റെ അർത്ഥം. ഇങ്ങനെ തെഴക്കീബോട് കൂടെയുള്ള തെർത്തീബ്, അതിനാണ് ഫാ വരാം. ഉദാഹരണം ജാഅനി സെയ്ദുൻ, എനിക്ക് സെയ്ദ് വന്നു, ഫ അമ്രുൻ, ഉടനെ അമ്രു വന്നു. അപ്പോൾ വന്നു എന്ന വിഷയത്തിൽ രണ്ടുപേരും വന്നു ഉണ്ട്, പക്ഷേ എങ്ങനെ വന്നത്? തെർത്തീബോട് കൂടെ വന്നത്. തെർത്തീബാകുമ്പോൾ തന്നെ ഒന്നിന് പിറകെ തൊട്ടുടനെയാണ് അടുത്ത് വന്നത്. ഇവിടെ സെയ്ദ് എന്നുള്ളത് ജാൻ്റെ ഫായിലാണ്, അവിടെ കത്തുഫാണ് അമ്രു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും റഫ് ലഭിച്ചു. റആന അബൂക്ക ഫഹയ്യാന, റആന ഞങ്ങളെ കണ്ടു, അബൂക്ക നിങ്ങളുടെ ഉപ്പ ഞങ്ങളെ കണ്ടു, കണ്ടപ്പോൾ ഫഹയ്യാന ഞങ്ങളോട് തഹയ്യത്ത് പറഞ്ഞു, അതായത് അസ്സലാമു അലൈക്കും പറഞ്ഞു എന്നർത്ഥം. ഇവിടെ റആ എന്നുള്ളത് മാദിയ ഫീലാണ്. റആ കണ്ടു, നാ ഞങ്ങളെ കണ്ടു, നാ എന്നുള്ളത് റആ എന്നതിൻ്റെ മഫ്ഊലാണ്. ആരാണ് കണ്ടത്? അബൂക്ക നിൻ്റെ ഉപ്പ. അപ്പോൾ അബൂ എന്നുള്ളത് ഫായിലാണ്, അത് അസ്മാഉ സിത്തയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വാവ് കൊണ്ടാണ് ഇനി റഫ് ഉണ്ടാവുക. എൻ്റെ ഫായിലായതുകൊണ്ട് റഫ് വേണം, റഫ് വാവ് കൊണ്ടാണ്. അബൂക്ക നിൻ്റെ വാപ്പ, ക എന്നുള്ളത് മുദാഫിലയാണ്. അപ്പോൾ ആന ഞങ്ങളെ കണ്ടു, അബൂക്ക നിൻ്റെ വാപ്പ കണ്ടു. ഫ ഹയ്യാന, ഈ ഫ അത്ഫിൻ്റെ അക്ഷരമാണ്. ഹയ്യ എന്ന് പറഞ്ഞാൽ ഒരു മാലിയ ഫീലാണ്. ഹയ്യ തഹയ്യത്ത് പറഞ്ഞു. ഈ മാലിയായ ഫീല് എവിടേക്കായിരിക്കും അത്ഫ് ചെയ്യുക? ഈ മാലിയ ഫീല് ഹയ്യ എന്നുള്ള ഫീല് അത് മഅ്തുഫാണ്. എങ്ങോട്ടാണ് മഅ്തുഫ്? റആ എന്ന മുമ്പ് പറഞ്ഞ ഫീലുമൊക്കെ ശരിയാ. ഇപ്പോൾ ഹയ്യ എന്ന ഫീലിനെ റആ എന്ന ഫീല് കത്തിക്കും. അപ്പോൾ നിങ്ങളുടെ ഉപ്പ ഞങ്ങളെ കണ്ടു, കണ്ട മാത്രം ഉടനെ തന്നെ ഫഹയ്യാന ഞങ്ങൾക്ക് തഹയ്യത്ത് പറഞ്ഞു. ഹയ്യ എന്നുള്ള മാലിയ ഫീലാണ്. അതിൻ്റെ ഫായില് അബിലേക്ക് മടങ്ങുന്ന മുസ്തത്തറായ ലമീർ, ഹുവ എന്ന ലമീറാണ് ഫായില്. ഹയ്യാന എന്നത്തെ നാ എന്നുള്ളത് ഹയ്യ എന്നതിൻ്റെ മഫ്ഊലാണ്. ഇങ്ങനെയാണ് തർക്കീബ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ജുംലയിൽ അമ്രുൻ എന്ന ഇസ്മിനെ സെയ്ദുൻ എന്ന ഇസ്മിലേക്കാണ് അത്ഫ് ചെയ്യുന്നത്. ജാഅനി സെയ്ദുൻ ഫ അമ്രുൻ. അതുപോലെ റഅന അബൂക്ക ഫ ഹയ്യാന എന്ന് പറയുമ്പോൾ ഹയ്യ എന്ന ഫീലിനെ റഅ എന്ന ഫീലുമക്ക് അത്ഫ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഫാ വരാറുണ്ട്. ഇസ്മിനെ അത്ഫ് ചെയ്യാനും ഫീലിനെ അത്ഫ് ചെയ്യാനൊക്കെ ഫാ വരും. വാവും അങ്ങനെ തന്നെ. ജാഅ സെയ്ദുൻ
വ ദഹബ സെയ്ദ് വന്നു, വ ദഹബൻ പോയി, അവിടെയൊക്കെ ഫീൽഡ് അത്ഫിയാണ്ടി വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ മൂന്നാമത്താണ് സുമ്മ. സുമ്മ എന്നുള്ളത് ഫായിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ തെർത്തീബിനാണ് വരിക. ഒരാൾ വന്നിട്ട് പിന്നെ മറ്റാൾ വരുമ്പോഴാണ് സുമ്മ ഉപയോഗിക്കുക. പക്ഷേ ഫാവും സുമ്മയും വ്യത്യാസം എന്ന് വെച്ചാൽ ഫാ ആകുമ്പോൾ തൊട്ടുടനെ ഒരു തെഴക്കീബിന് അർത്ഥം കിട്ടിയിരുന്നു. സുമ്മയാകുമ്പോൾ പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ട് എന്നർത്ഥം കിട്ടും. ഇപ്പോൾ ജാഅനി സെയ്ദുൻ സുമ്മ അമ്രുൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ജാഅനി എൻ്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു, സുമ്മ അമ്രുൻ പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ട് ആര് വന്നു? അമ്രു വന്നു. സെയ്ദ് വന്ന് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്രു വന്നത്. അപ്പോഴൊക്കെയാണ് ജാഅനി സെയ്ദുൻ സുമ്മ അമ്രുൻ എന്ന് പറയാം. ഉടനെ തന്നെ വന്നാണെങ്കിൽ ജാഅനി സെയ്ദുൻ ഫ അമ്രു എന്ന് പറയാം. ഏതാവട്ടെ ഇവിടെ സെയ്ദുൻ എന്നത് നമുക്ക് അത്തുഫാണ്, മഅത്തുഫാണ് അമ്രുൻ എന്നുള്ളത്. അത്തുഫ് ചെയ്തത് സുമ്മ എന്ന അത്തുഫിൻ്റെ അക്ഷരമാണ്. മാത്തർ റഷീദു സുമ്മൽ മഅ്മൂനു. മാത്തർ റഷീദു റഷീദ് മരണപ്പെട്ടു. ഹാറൂൺ റഷീദ് അതേ മരണപ്പെട്ടതിന് ശേഷം സുമ്മൽ മഅ്മൂന് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മകൻ മഅ്മൂനും മരണപ്പെട്ടു. അപ്പോൾ ഒരുപാട് ശേഷം എന്ന ആ ഒരു തറാഹി വളരെ പിന്തുക എന്നർത്ഥം. വളരെ പിന്തിയിട്ട് ഒരുപാട് കഴിഞ്ഞിട്ട് ഇന്നയാൾ മരണപ്പെട്ടു. അങ്ങനെ വരുമ്പോഴാണ് സുമ്മ ഉപയോഗിച്ചത്. അല്ല ആക്സിഡൻറ്റ് പറ്റി ഒരാൾ മരിച്ചു, തൊട്ടുടനെ തന്നെ അടുത്താൾ മരിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്ത ഡാഷ് ഫ ഡാഷ് അങ്ങനെ പറയാം. ഇനി അടുത്തതാണ് ഔ എന്നുള്ളത്. അത്തഫിൻ്റെ അക്ഷരമാണ്. ഔ വരൽ ഒന്നുകിൽ ഷെക്കിന് വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ തഹീറിന് വേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് ജാഅനി സെയ്ദുൻ ഔ അമ്രുൻ. എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു, ഔ അമ്രുൻ അല്ലെങ്കിൽ അമ്രു വന്നു. അപ്പോൾ ഉറക്കത്തിൽ ഇനി ആരോ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. വന്നത് ആരാണ്? സെയ്ദാണോ അല്ല അമ്രാണോ ആരാന്ന് പിന്നെ അറിയണില്ല, ഇഷ്കാലാണ്. ഇങ്ങനെ ഷെക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ഔ ഉപയോഗിക്കും. എനിക്ക് സെയ്ദോ അല്ലെങ്കിൽ അമ്രോ രണ്ടാലും ഒരാൾ വന്നിട്ടുണ്ട്, അവിടെ ഷെക്കിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തഹീറിന് വേണ്ടി വരാറുണ്ട്. തഹീർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടോ എന്നർത്ഥം ഉണ്ടല്ലോ. തഹീർ ഒരു ഖിയാർ നൽകാൻ. ഉദാഹരണത്തിന് നോക്കുക, അഴത്തിഹി സെയ്ദൻ ഔ അമ്രൻ. അഴത്തിഹി നീ ഇന്നാലില്ലത് നൽകിക്കോ, സെയ്ദൻ സെയ്ദിനും കൊടുത്തോ, ഔ അമ്രൻ അല്ലെങ്കിൽ അമ്രനും കൊടുത്തോ, എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോ. സെയ്ദിനോ അമ്രനോ എനിക്ക് ആർക്കാണ് ഇഷ്ടമെങ്കിൽ അവർക്ക് എന്ത് ചെയ്തോ നീ കൊടുത്തോളി. ഇങ്ങനൊരു ഖിയാർ നൽകുക, ഇഷ്ടം പ്രവർത്തിക്കാൻ അധികാരം കൊടുക്കുക. ഇതിനാണ് തഹീർ എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഔ എന്ന അത്തഫിൻ്റെ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അഴത്തിഹി സെയ്ദൻ എന്നുള്ളത് ആഴത്തിൻ്റെ മഫ്ഊലാണ്. സെയ്ദൻ എന്നുള്ളത് അത് നമുക്ക് അത്തഫാണ് അമ്രൻ എന്നുള്ളത്. അത്തഫ് ചെയ്തത് ഔ എന്ന് പറയുന്ന തഹീറിൻ്റെ അർത്ഥത്തിന് വന്ന അത്തഫിൻ്റെ അക്ഷരമാണ്. പിന്നെ അടുത്താണ് അം എന്നുള്ളത്. അം വരാറെന്തിനാണ്? ഇതിൽ തൊലബി തഈൻ, തഈനിനെ തേടാൻ വേണ്ടി അം എന്നുള്ളത് വരാറുണ്ട്. അതുപോലെ തന്നെ തസ്വിയത്തിന് വേണ്ടിയിട്ടും അം വരാറുണ്ട്. രണ്ടർത്ഥങ്ങൾക്ക് അം വരാറുണ്ട്. തഈന് വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ തസ്വിയത്തിന് വേണ്ടി വരാറുണ്ട്. തസ്വിയത്തിനാൽ സമമാണെന്ന് അർത്ഥം. രണ്ടും സമമാണെന്ന് അറിയില്ലേ? ഈ അർത്ഥത്തിന് വരുന്ന ഒരു അമ്മുണ്ട്. അതിൽ ഒന്നാമത്തെ ഉദാഹരണം സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. എന്തർത്ഥം? സവാഉൻ അലൈഹിം അവരുടെ മേൽ സമമാണ്, അസ്തഗ്ഫർത ഇസ്തഗ്ഫർത എന്നർത്ഥം. നിങ്ങൾ ഓ നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യലും, അം ലം തസ്തഗ്ഫിർ ലഹും അല്ലെങ്കിൽ തങ്ങൾ അവർക്ക് പാപമോചനം ചെയ്യാതിരിക്കലും രണ്ടും സമമാണ്. ഇവിടെ തസ്വിയത്തിനാണ് ഈ അമ്മ വന്നിട്ടുള്ളത്. ഇവിടെ ലം തസ്തഗ്ഫിർ എന്നതിനെ ഇസ്തഗ്ഫർത എന്ന് നമുക്ക് എന്ത് ചെയ്തു? അത്തഫ് ചെയ്തു. ലം തസ്തഗ്ഫിർ എന്ന ഫീലിന് ഇസ്തഗ്ഫർത എന്ന ഫീലിലേക്ക് അത്തഫ് ചെയ്തു. അവിടെ തസ്വിയത്തിൻ്റെ അർത്ഥമാണുള്ളത്. രണ്ടും സമമാണ് എന്നർത്ഥം. ചിലപ്പോൾ തഈന് ഏതിലൊന്ന് നിർണ്ണയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? അം ചോദിക്കാറുണ്ട്. അതാണ് തഈന് അറിയാം. അതിന് ഉദാഹരണമാണ് അസെയ്ദുൻ ഫിദ്ദാരി അം അമ്രുൻ. അസെയ്ദുൻ ഫിദ്ദാരി വീട്ടിൽ സെയ്ദാണോ, അം അമ്രുൻ അല്ല അമ്രാണോ, രണ്ടിൽ ആരാണ്? അതിനാണ് തഈന് തേടുക. രണ്ടിൽപ്പെട്ട ആരാണ് അവിടെ ഉള്ളത്? രണ്ടാൾപ്പെട്ട
ആരാണുള്ളത്, ഒരാൾ നിർണ്ണയിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ഇതിനാണ് ഇവിടെ അമ്മ വന്നിട്ടുള്ളത്. അമ്മ ഒറ്റയ്ക്ക് ത്രൈനർത്ഥമില്ല. ഇവിടെ മുമ്പൊരു ഇസ്തിഫാമിൽ ഹംസ ഉണ്ട്. ഹംസയുടെ കൂടെ അമ്മ വരും. അപ്പോഴാണ് ഈ ത്രൈന് എന്നർത്ഥത്തോടെ കിട്ടുക. ഏതാവട്ടെ ഇവിടെ അമ്മ എന്നുള്ളതിനെ അത്ഫ് ചെയ്യാണ്. അമ്രുൻ എന്നതാണ് മഅ്തൂഫ്, സെയ്ദാണ് മഅ്തൂഫ് അലൈഹി. അപ്പോൾ സെയ്ദ് എന്നുള്ള മുബത്തതായതുകൊണ്ട് അതിന് റഫ് കിട്ടി. അവിടെ അത്ഫ് ചെയ്യപ്പെട്ട പദമായതുകൊണ്ട് അമ്രുനും അത്ഫ് കിട്ടി. അത്ഫ് ചെയ്തത് അം എന്ന് പറയുന്ന അദാത്താണ്. ഇനി മറ്റൊരു അദാത്താണ് ലാ എന്നുള്ളത്. ലാ വരാറുള്ളത് നഫീന് വേണ്ടിയിട്ടാണ് ലാ വരാറുള്ളത്. ലാ എന്ന അത്തഫിൻ്റെ അക്ഷരത്തിൻ്റെ ഒരു നഫീന് അർത്ഥം ഉണ്ടാവും. ഉദാഹരണത്തിന് ജാ ത്വാലിബു ലൽ മുഅല്ലിമു, ത്വാലിബ് വന്നു, വിദ്യാർത്ഥി വന്നു. ലൽ മുഅല്ലിമു, മുഅല്ലിം വന്നിട്ടില്ല. ഇവിടെ ലാ എന്നുള്ളത് അത്തഫിൻ്റെ അക്ഷരമാണ്. മുഅല്ലിം എന്ന ഇസ്മിനെ ത്വാലിബ് എന്ന ഇസ്മിലേക്ക് അത്തഫ് ചെയ്തു. അവിടെ മുഅല്ലിം വന്നിട്ടില്ല എന്നൊരർത്ഥം കിട്ടിയല്ലോ, നഫീന് അർത്ഥം കിട്ടി. അപ്പോൾ ഈ അർത്ഥത്തിനാണ് ലാ വരാറുള്ളത്. അഴ്ത്തി കിതാബൻ ലാ കലമൻ, അഴ്ത്തി നീ നൽകിക്കോ, കിതാബൻ പുസ്തകം നൽകിക്കോ, ലാ കലമൻ പേനയല്ല, പേനല്ല മറിച്ച് പുസ്തകം നൽകിക്കോ. ഇവിടെ കലമൻ എന്നതിന് കിതാബൻ എന്ന മഫ്ഊലുമൊക്കെ അത്ഫ് ചെയ്തു. ഈ ലാ എന്ത് ചെയ്തു, നഫീൻ്റെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത്. കിതാബ് കൊടുക്കല്ലേ, അല്ല കലം നൽകണ്ട, കിതാബ് കൊടുത്താൽ മതി. അപ്പോൾ കലം നൽകണ്ട എന്നുള്ള നഫീൻ്റെ അർത്ഥമാണല്ലോ ഇവിടെ ഉള്ളത്. ഇനി അടുത്താണ് ബല്ല്. ബല്ല് രണ്ടർത്ഥത്തിന് വരാറുണ്ട്. ഇദ്റാബിന് വേണ്ടി വരാറുണ്ട്, ഇസ്തിദ്റാക്കിന് വേണ്ടി വരാറുണ്ട്. ഇദ്റാബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വിഷയം പറഞ്ഞിട്ട് പിന്നെ വേറൊരു വിഷയം പറയാം. ആദ്യത്തെ വിഷയത്തെക്കുറിച്ച് അല്ലേ നമുക്ക് പറയേണ്ടിയിരുന്നത്, രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ചാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ആദ്യത്തെ വിഷയം അറിയാതെ പറഞ്ഞു പോയതാണ്, അത് പറയാൻ നമുക്ക് ഉദ്ദേശമില്ല. ആ ഉദ്ദേശമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഉദ്ദേശമുള്ളതിലേക്ക് മാറുന്നതിനാണ് ഇദ്റാബ് എന്നറിയാം. ഉദാഹരണം നജഹ ഖാലിദുൻ ബൽ ബക്കറുൻ, ഖാലിദ് വിജയിച്ചു, ബൽ ബക്കറുൻ അല്ല ബക്കർ വിജയിച്ചു. ഇവിടെ ബക്കർ വിജയിച്ചു എന്ന് പറയലാണ് നമുക്ക് ഉദ്ദേശം. ഖാലിദ് എന്നുള്ള അറിയാതെ പറഞ്ഞു പോയതാണ്. ഖാലിദിനെ കുറിച്ച് നമുക്ക് പറയാൻ ഉദ്ദേശമില്ല, അത് ആദ്യം അറിയാതെ വന്നുപോയി. പിന്നെ ഉദ്ദേശമുള്ളത് ബക്കറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നീങ്ങി, പെട്ടെന്ന് തന്നെ അതിലേക്ക് നീങ്ങി. അപ്പോൾ ഖാലിദ് വിജയിച്ചു ഇല്ലേ, അതിപ്പോൾ ഖാലിദിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാത്തത് പോലെ അവൻ വിജയിച്ചു എന്നും വിജയിച്ചിട്ടില്ല ഒന്നും നമുക്ക് പറയാൻ ഉദ്ദേശമില്ല, അറിയാതെ വന്നു പോയതാണ്. ഏതവിടെ നജ ഖാലിദുൻ, ഖാലിദ് എന്ന് പറഞ്ഞ് ആ ഖാലിദ് എന്നതിൽ നിന്ന് നമ്മൾ നീങ്ങാണ്. ഇന്തിഖാൽ നീങ്ങാന്നർത്ഥം. അതിൽ നിന്ന് ബക്കറിലേക്ക് എന്ത് ചെയ്തു, നീങ്ങി. അപ്പോൾ നജഹ ബക്കറുൻ എന്ന് പറഞ്ഞ സ്ഥാനത്തായി ഇപ്പോൾ ഖാലിദിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥാനത്ത് നജഹ ഖാലിദുൻ ബൽ ബക്കറുൻ എന്ന് പറഞ്ഞാൽ നജഹ ഖാലിദുൻ, ഖാലിദ് വിജയിച്ചു അല്ല ബക്കർ വിജയിച്ചു. അത് നമുക്ക് പറയാൻ ഉദ്ദേശം. ഖാലിദ് അറിയാതെ വന്നു പോയതാണ്. ഖാലിദിനെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, ഒന്നും പറയാത്ത സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതിനാണ് ഇന്തിഖാലിന് വേണ്ടി വരാമെന്നറിയാം. പിന്നെ ഇസ്തിദ്റാക്കിന് വേണ്ടി വരാറുണ്ട്. ഇസ്തിദ്റാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതിനെ തിരുത്തിയിട്ട് വേറൊന്ന് പറയാം. ഉദാഹരണം മാ നജഹ ഖാലിദുൻ ബൽ ബക്കറു എന്നർത്ഥം. മാ നജഹ ഖാലിദുൻ, ഖാലിദ് വിജയിച്ചിട്ടില്ല, ബൽ ബക്കറുൻ അല്ല ബക്കർ വിജയിച്ചിട്ടില്ല, ബക്കർ വിജയിച്ചിട്ടില്ല. അപ്പോൾ ബക്കർ വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ മാ നജഹ ഖാലിദ് എന്ന് പറഞ്ഞല്ലോ, അതിനെ തിരുത്താണ്. മാ നജഹ ഖാലിദുൻ, ഖാലിദ് വന്നിട്ട് വിജയിച്ചിട്ടില്ല എന്നുള്ളതിന് തിരുത്താണ്. എന്നല്ല, ഖാലിദ് വിജയിച്ചിട്ടുണ്ട്. ഖാലിദിനെ പറ്റല്ല, ബക്കറിനെ കുറിച്ച്. ബൽ ബക്കറുൻ, പക്ഷേ ബക്കർ വിജയിച്ചു. ഇതാണ് ബൽ ബക്കറുൻ അർത്ഥം. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇപ്പോൾ എന്താണ്, നജഹ ബക്കറുൻ എന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം. മാ നജഹ ഖാലിദുൻ, ഖാലിദ് വിജയിച്ചിട്ടില്ല, ബൽ ബക്കറുൻ പക്ഷേ ബക്കർ വിജയിച്ചു. അപ്പം എന്ത് ചെയ്തു, ഖാലിദ് വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നിപ്പോവും, ബക്കറും വിജയിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോവുമല്ലോ. ആ തോന്നിപ്പോകുന്ന തോന്നലിനെ തിരുത്താനാണ് ബൽ ഉപയോഗിച്ചത്. ഖാലിദും ബക്കറും ചങ്ങായിമാരാണ്. എപ്പോഴും രണ്ടു കൂട്ടരും ഒരേപോലെ ചങ്ങായിമാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജയിക്കുകയാണെങ്കിലും പരാജയപ്പെടണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ സാധാരണ. ആ ഘട്ടത്തിൽ ഖാലിദ് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ, അവന് വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
ബക്കറും വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ആ തോന്നൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബല്ലുകൊണ്ട് അത്തഫ് ചെയ്യുക. മാ നജ ഖാലിദുൻ, ഖാലിദ് വിജയിച്ചിട്ടില്ല, ബൽ ബക്കറുൻ, പക്ഷേ ബക്കർ വിജയിച്ചു. ഇതിനാണ് ഇസ്തിദ്റാക്കിന് വേണ്ടി വരാൻ പറയാം. ഇസ്തിദ്റാക്കിന് വേണ്ടി വരൽ നഫീൻ്റെ ശേഷമാണ് ഇസ്തിദ്റാക്കിന് വേണ്ടി വരാം, നഫീൻ്റെയോ അല്ലെങ്കിൽ നഹീൻ്റെയൊക്കെ ശേഷം. നേരത്തെ പറഞ്ഞ ഇന്തിഖാലിന് വേണ്ടി വരൽ ഇസ്ബാത്തിൻ്റെയോ അല്ലെങ്കിൽ അമ്രിൻ്റെയൊക്കെ ശേഷമാണ് ഈ ഇന്തിഖാലിന് വേണ്ടി വരാം. ഏതാണ്ട് ആ ഒരു അർത്ഥത്തിനാണ് അപ്പോൾ ബൽ എന്ന് പറയുന്ന അത്തഫിൻ്റെ അക്ഷരം വരാറ്. മറ്റൊരു അർത്ഥത്തിൻ്റെ അക്ഷരമാണ് ലാക്കിൻ എന്നുള്ളത്. ലാക്കിൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇസ്തിദ്റാക്കിന് വേണ്ടിയിട്ടാണ് വരിക. ഉദാഹരണത്തിന് മാ ത്വാലഅതു കിതാബുൽ മന്തിഖി ലാക്കിൻ കിതാബുൽ ഇറാബി. മാ ത്വാലഅതു ഞാൻ മുത്താലഅ ചെയ്തിട്ടില്ല, കിതാബുൽ മന്തിഖ് കിതാബുൽ മന്തിഖ് ഞാൻ മുത്താലഅ ചെയ്തിട്ടില്ല, ലാക്കിൻ കിതാബുൽ ഇറാബ്, പക്ഷേ കിതാബുൽ ഇറാബ് എന്ത് ചെയ്തു, മുത്താലഅ ചെയ്തു. ആ മന്തിഖിൻ്റെ കിതാബ് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറാബിൻ്റെ കിതാബ് നോക്കിയിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ തോന്നൽ തിരുത്താൻ വേണ്ടിയിട്ട് ഇസ്തിറാക്കിന് വേണ്ടിയിട്ടാണ് ലാക്കിൻ എന്ന് പറയും. മറ്റൊന്നാണ് ഹത്ത എന്നുള്ളത്. ഹത്ത എന്നുള്ളത് ഗായത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഹത്ത എന്നുള്ളത് ഗായത്തിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ അർത്ഥം. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ ഒരു അങ്ങേയറ്റം എത്തുക എന്നർത്ഥം കിട്ടും. മുമ്പ് പറഞ്ഞ ജുംലയിൽ മാ ത്വാലഅതു കിതാബുൽ മന്തിഖ്, ആ കിതാബ എന്ന കിതാബ് കത്തഫാണ് കിതാബുൽ ഇറാബ്, അതുകൊണ്ടാണ് നസ്ബ് കിട്ടിയത് കേട്ടോ. മാ ത്വാലഅതുവിൻ്റെ മഫ്ഊലാണ് കിതാബുൽ മന്തിഖ്, കിതാബ എന്നുള്ള മഫ്ഊലാണ്, അതുകൊണ്ട് ഇത് നസ്ബാണ്. ഈ കിതാബ് കത്തഫാണ് കിതാബുൽ ഇറാബത്തെ കിതാബ്, ലാക്കിൻ എന്നതാണ് അത്തഫ് ചെയ്തത്. അപ്പോൾ ഇത് ആ മൻസൂബ കത്തഫായതുകൊണ്ടാണ് കിതാബുൽ ഇറാബ് അതിന് നസ്ബിട്ടാനുള്ള കാരണം. ഹത്തൻ്റെ ഉദാഹരണം അക്കൽത്തു സമക്കത്ത ഹത്ത റഅസഹ. അക്കൽത്തു ഞാൻ കഴിച്ചു, അസമക്കത്ത മത്സ്യത്തിനെ ഞാൻ കഴിച്ചു, ഹത്ത റഅസഹ അതിലെ തല വരെ ഞാൻ കഴിച്ചു, തലയടക്കം കഴിച്ചു. വലിയ ഓയത്താണ്. തിന്ന് വാല് മുതൽ തിന്നാൻ തുടങ്ങി, തിന്ന് തല വരെ ഞാൻ കഴിച്ചു. അപ്പോൾ മീൻ തിന്നു എന്നതിൻ്റെ ഒരു ഓയത്ത്, ഒരു അങ്ങേയറ്റം പറയാണ് ഹത്ത ഉപയോഗിച്ചുകൊണ്ട്. ഈ സമക്കത്ത എന്നുള്ളത് അക്കൽത്തു എന്നതിൻ്റെ മഫ്ഊലാണ്, അവിടെ കത്തഫാണ് റഅസ എന്നുള്ളത്, അതുകൊണ്ടാണ് റഅസ എന്നതിന് നസ്ബിട്ടാനുള്ള കാരണം. ഹത്ത എന്നുള്ളതാണ് അത്തഫ് ചെയ്തു, റഅസ എന്നതിനെ സമക്കത്ത് എന്നതിലേക്ക് അത്തഫ് ചെയ്തു, അതുകൊണ്ടാണ് മൻസൂബ് കത്തഫ് ചെയ്തുകൊണ്ട് റഅസ എന്നതിനും നസ്ബ് കിട്ടി. അപ്പോൾ ഇതാണ് 9 അത്തഫിൻ്റെ അക്ഷരങ്ങളും അവ ഏതെല്ലാം അർത്ഥത്തിനാണ് വരിക, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി ഒരു ചോദ്യം ചോദിക്കാം. ഈ അക്കത്ത് സമക്കത്തെ ഹത്ത റഅസ എന്ന് പറയുമ്പോൾ ഈ റഅസ എന്നത് നസ്ബാണ് നമ്മൾ പറഞ്ഞു. ഈ നസ്ബ് ചെയ്ത ആമിൽ ആരായിരിക്കും? റഅസ എന്നതിന് നസ്ബ് ചെയ്ത ആമിൽ ആരായിരിക്കും? ഞാൻ ഒറ്റക്കാണ് അവിടെ ഉള്ളത്? അല്ല, ഞാനിപ്പോ പകുതി തോന്നല്ല. ഇതല്ല ക്വസ്റ്റ്യൻ. പിന്നെ ഒന്ന് ചോദിക്കാൻ വിചാരിച്ചത്, ഈ അത്തഫിന്റെ ഹർഫുകളൊക്കെ വന്നാല് ഇറാബ് നസ്ബായിരിക്കും എന്നാ? അല്ലല്ല, ഇത് പിന്നെ ഇറാബ് നമ്മൾ പറഞ്ഞതൊക്കെ തവാബിയിൽ പെട്ടതാണ്. തവാബിൽ പെട്ടതാകുമ്പോൾ ഏതുമ്മക്കാണോ അതിന് അത്തഫ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇറാബാണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് നജാ ഖാലിദുൻ ബൽ ബക്കറുൻ, അവിടെ നസ്ബല്ലല്ലോ. നജാ ഖാലിദുൻ, ഖാലിദ് വന്നു. ഈ ഖാലിദിനൊക്കെ അത്തഫാണ് ബക്കർ എന്നുള്ളത്. അപ്പോൾ ഖാലിദിൻ്റെ റഫ് ആയപ്പോൾ ബക്കറിനും റഫ് കിട്ടി. അതന്നെ, ആ അത്തഫിന്റെ ഹർഫിന് മുമ്പുള്ള ആ ഹർക്കത്ത് ഇറാബായിരിക്കും അതിന് ശേഷം. മഴത്തൂഫിൻ്റെ അതേ ഇറാബാണ് താബീനും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് തവാബീൽ എന്ന് പറയൽ തന്നെ. അതുകൊണ്ടാണല്ലോ തവാബീൽ എന്ന് പറഞ്ഞാൽ ഇറാബിൻ്റെ വിഷയത്തിൽ മത്ബൂഇനോട് പിൻപറ്റി വരുന്ന താബിയായിട്ട് വരുന്ന. അപ്പോൾ 5 താബികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്താണ് നെഴുത്ത്. നെഴുത്ത് നമ്മളറിയാലോ മൗസൂഫിൻ്റെ അതേ ഇറാബാണ് നെഴുത്തിനുണ്ടാവുക. എന്നതുപോലെ മത്ബൂഇൻ്റെ അതേ ഇറാബ് ലഭിക്കുന്ന താബികൾ 5 വിധമുണ്ട്. ഒന്നാമത്താണ് നെഴുത്ത്, രണ്ടാമത്തത് ഈ അത്ഫും ബിൽ ഹർഫാണ്.
അപ്പം മുമ്പ് ഉള്ള അതിന് മഴത്തൂഫ് ഉണ്ടാവുമല്ലോ, മഴത്തൂഫ് അലൈഹി എന്ന് പറയാം. മുമ്പുള്ള ആദ്യത്തിന് മഴത്തൂഫ് അലൈഹി എന്ന് പറയാം. ആ മഴത്തൂഫ് അലൈഹിൻ്റെ അതേ ഇറാബാണ് ഈ മഴത്തൂഫിനുണ്ടാവുക. മഴത്തൂഫ് അലൈഹിൻ്റെ അതേ ഇറാബായിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ നജഹ ഖാലിദുൻ ബൽ ബക്കറുൻ എന്നതില് ഖാലിദുൻ മഅ്തൂഫുൻ അലൈഹി അല്ലേ? ഖാലിദ് മഅ്തൂഫ് അലൈഹി. ബല്ലിന് ശേഷമുള്ള ബക്കറുൻ മഅ്തൂഫ്. മറ്റു ബൽ എന്നത് അതാ എന്താ ഇതിനെ പറയല്? ഹർഫു അത്ഫിൻ എന്ന് പറഞ്ഞാൽ മതി. അത്ഫിൻ്റെ അക്ഷരം ബൽ എന്നുള്ളത്. ബക്കർ മഅ്തൂഫാണ്, ഖാലിദ് മഅ്തൂഫ് അലൈഹി ആണ്. ബക്കർ എന്നുള്ളത് ഖാലിദിനോട് പിൻപറ്റി, ഇറാബിൻ്റെ വിഷയത്തിൽ പിൻപറ്റി. അങ്ങനെ ഖാലിദിന് ഈ ബക്കറിന് റഫു ചെയ്ത ആമിൽ ആരാണെന്ന ചോദ്യം. ബക്കറിന് റഫു ചെയ്ത ആമിൽ ആരാണ്? അത് ബൽ എന്ന് വന്നോണ്ടല്ലേ? അല്ല, നമ്മൾ മഅ്തൂഫ് അലൈഹി ആകുന്ന ഖാലിദിന് ആരാണോ റഫു ചെയ്തത് അതാണ് ബക്കറിനും റഫു ചെയ്തത്. ഓക്കെ, ഖാലിദിന് റഫ് ആരാ ചെയ്തത്? നജഹയുടെ ഫായിലായതുകൊണ്ട് ഖാലിദിന് റഫ് ലഭിച്ചു. ആ നജഹ തന്നെയാണ് ബക്കറിന് റഫ് ചെയ്തത്. ഓക്കെ, മഅ്തൂഫ് അലൈഹിക്ക് നജഹ എന്നുള്ളത് ആണ് ഖാലിദിന് റഫ് ചെയ്തത്. നജഹ എന്ന ഫിഴലാണ് ഖാലിദിന് റഫ് ചെയ്തത്. നജഹയുടെ ഫായിലാണ് ഖാലിദ്. ആ ഫായിലിന് റഫ് ചെയ്യുന്നത് ഫീലാണല്ലോ. അപ്പം നജഹ എന്ന ഫീലാണ് ഖാലിദിന് റഫ് ചെയ്തത്. ആ ഖാലിദ് മുക്കത്തുഫാണ് ബക്കർ. ബക്കറിനും റഫ് ഉണ്ടാവുക. റഫ് ചെയ്ത ആമിൽ ആരാണ്? നജഹ എന്ന ഫീല് മഅ്തൂഫ് അലൈഹി. ഓക്കെ, അതേപോലെ അക്കൽത്തു സമക്കത്ത ഹത്ത റഅ്സഹ. ഈ റഅ്സ എന്നതിലേക്ക് നസ്ബ് ചെയ്ത ആമിൽ ആരായിരിക്കും? അക്കല എന്ന ഫീൽ അല്ലേ? അക്കലയുടെ മഫ്ഊലാണ് സമക്കത്ത എന്നുള്ളത്. മഫ്ഊൽ ആയതുകൊണ്ട് സമക്കത്തിന് നസ്ബാണ്. ആ സമക്കത്ത് എന്ന മഫ്ഊലുമക്ക് അത്ഫാണ് റഅ്സ. അപ്പോൾ അതിന് നസ്ബ് കിട്ടി. നസ്ബ് ചെയ്ത ആമിലാരാ? സമക്കത്തിന് നസ്ബ് ചെയ്ത മഅ്തൂഫ് അലൈഹി ആകുന്ന സമക്കത്തിലേക്ക് നസ്ബ് ചെയ്തത് ആരോ അത് തന്നെയാണ് ഈ മഅ്തൂഫിലേക്ക് നസ്ബ് ചെയ്യുന്നത്. സമക്കത്തിന് നസ്ബ് ചെയ്തത് അക്കല എന്ന ഫീലാണ്. അപ്പോൾ റഅ്സ എന്നതിന് നസ്ബ് ചെയ്തതും അക്കല എന്നുള്ള ഫീലാണ്. അത് നമ്മൾ സിഫത്ത് മൗസൂഫിനോട് അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ജാഅനി റജുലുൻ മുസ്ലിമുൻ എന്ന് പറയുമ്പോൾ ആ റജുലുൻ എന്നതിൻ്റെ സിഫത്താണ് മുസ്ലിമുൻ എന്നുള്ളത്. റജുലിന് റഫ് ആണ്, അതുകൊണ്ട് മുസ്ലിം എന്നതിനും റഫ് ആണ്. റഫ് ചെയ്തത് ആരാ? മുസ്ലിമിന് റഫ് ചെയ്തത് മുസ്ലിം. റജുലുൻ എന്നതിൻ്റെ സിഫത്താണ്. റജുലിന് റഫ് കിട്ടാനുള്ള കാരണം ജാ എൻ്റെ ഫായിലായതുകൊണ്ടാണ്. ജാ ആണ് റജുലുൻ എന്നതിനും റഫ് ചെയ്തത്. ജാ തന്നെയാണ് അതിൻ്റെ സിഫത്താകുന്ന മുസ്ലിം എന്നതിനും റഫ് ചെയ്തത്. ഓക്കെ, ഈ 5 തവാബിയും അങ്ങനെ തന്നെയാണ്. തവാബി 5 ഉണ്ട്. നഴത്തുണ്ട്, അത്ഫുംബിൽ ഹർഫുണ്ട്, ഇനി ബദല്, തൗക്കീദ്, അങ്ങനെ 5 പറയുന്നുണ്ട്. 5 അങ്ങനെ തന്നെയാണ്. അതിൻ്റെ മത്ബൂയിൻ്റെ ഇറാബ് എന്താണോ അത് തന്നെയാണ് താബീനും ഉണ്ടാവുക. മത്ബൂയിന് ആ ഇറാബ് ചെയ്ത ആമിൽ ആരാണോ അതേ ആമിലാണ് താബീന് അതേ ആമിൽ ചെയ്യുക. ഓക്കെ, ഇനിയിവിടെ അത്ഫിൻ്റെ വാവും മഴയത്തിൻ്റെ വാവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അത് നമ്മൾ മഫ്ഊല് മഅഹൂനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ നമ്മൾ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അവിടെ നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളാണ്. അതിവിടെ ചെറിയ മുനാസബത്തുള്ളത് കൊണ്ട് ഇവിടെയും അത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. നോക്കിയാൽ തീരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളാണ്. ഓക്കെ, ഇനി ചോദ്യം ഖറഅത്തുൽ കിതാബ കുല്ലഹു. അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത്ഫിൻ്റെ അക്ഷരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. അത്ഫുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഏതാവട്ടെ, അപ്പോൾ ഇതാണിപ്പോൾ അത്ഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചോദ്യങ്ങളൊക്കെ ഇനി മറ്റുള്ള താബിയുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിന് ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. സമയമല്ല അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ? അത്ഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെയ്യാം.
ബക്കറിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവൂലേ? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയല്ലേ?